സമൂ ചീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു മുട്ട ബിരിയാണിയാണ് തയ്യാറാക്കുന്നത്. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്ന സാധനങ്ങൾ: മുട്ട പുഴുങ്ങിയത് 6 എണ്ണം, അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത ബിരിയാണി അരി 2 കപ്പ്, 240 ml കപ്പിന് 2 കപ്പ്, സവോള 1 ചെറുതായി മുറിച്ചത്, 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 3 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, 2 ടീസ്പൂൺ മീറ്റ് മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അല്പം അണ്ടിപ്പരിപ്പ്, അല്പം കിസ്മിസ്, മുട്ടക്കറി തയ്യാറാക്കാനുള്ള വെളിച്ചെണ്ണ, 2 ടീസ്പൂൺ തൈര്, ഒരു 3 സവോള ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഞാൻ മുട്ടക്കറി തയ്യാറാക്കുന്ന സമയത്ത് കുറച്ച് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ്. അല്പം അണ്ടിപ്പരിപ്പ്, അല്പം കിസ്മിസ്. ഇനി എങ്ങനെയാണ് ഈ മുട്ട ബിരിയാണി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ മുട്ടയൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനൊരു പാത്രം വെച്ചിട്ട് അല്പം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്കൊരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, അല്പം ഉപ്പ്. അതിലേക്ക് നമുക്ക് ഈ മുട്ട ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മുട്ട ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതിനെ അത് കോരി മാറ്റാം, വേറെ പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. ഈ എണ്ണയിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചച്ചുവ മാറുന്നവരെയൊക്കെ വഴറ്റണം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത് നന്നായിട്ട് വഴണ്ട് വരട്ടെ. അതിനുശേഷം നമുക്ക് മസാലകളെല്ലാം ചേർക്കാം. സവോള ഇവിടെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ ഒരു തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി ഞാൻ പറയാൻ വിട്ടുപോയി. ഒരു തക്കാളി ചെറുതായി മുറിച്ചിട്ട് അതൊന്ന് ഇട്ട് കൊടുക്കുക. 2 സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി ഒന്ന് വെന്തുടയണം. തൈരിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല ഡ്രൈ ആയിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നൊരു പരിവാകണം. അതുവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഈ സമയം നമുക്ക് ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മീറ്റ് മസാല 1, 2 സ്പൂൺ ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട്. ഈ കറി തയ്യാറാക്കുമ്പോൾ പോരാതെ വരുവാണ് എന്ന് തോന്നുവാണെങ്കിൽ ആ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ട് വെന്തുടഞ്ഞിട്ട് ഇതിൻ്റെ എണ്ണ ഒന്ന് തെളിഞ്ഞ് വരണം. ആ പരുവാകുന്നത് വരെ ഇത് വഴറ്റി കൊടുക്കണം. നന്നായി വഴണ്ട് വരട്ടെ. മസാല ഇവിടെ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് നമ്മളിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻ്റെ പകുതി എന്നിട്ട് ഇട്ട് കൊടുക്കാം. ഇത് മിക്സ് ചെയ്യുക. ഒരു 10 അണ്ടിപ്പരിപ്പ് അരച്ചതാണ്, അതും കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. ഒരു പിടി മല്ലിയില, ഒരു പിടി പുതിനയില, ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കുക. ഈ മസാലയും മുട്ടയായിട്ടൊന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ്. ഈ സമയം ഇതിനാവശ്യമായ ഉപ്പുണ്ടോയെന്ന് നോക്കണം. പോരാതെ വരുവാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുകയും ഇത് 2 മിനിറ്റ് നേരം വേവിച്ചെടുക്കണം. ബിരിയാണിക്ക് ആവശ്യമായ മുട്ട മസാല ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ചോറ് വേവിച്ചെടുക്കാം. മുട്ട മസാല അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ചോറ് വേവിക്കാം. ചോറ് വേവിക്കാനുള്ള വെള്ളം ഞാനിവിടെ വെച്ച് തിളപ്പിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുത്ത് വേവിച്ച് ഊറ്റിയെടുക്കാം. അരി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ധാരാളം വെള്ളം വെച്ചിട്ടുണ്ട്. അരി ഒന്നിവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ആ സമയം ഞാൻ ഇതിനകത്തേക്ക് 1 സ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കണം. അല്പം എണ്ണ. ചോറിവിടെ ഒരു 1/4 വേവായിട്ടുണ്ട്. ഞാൻ ഇത് കോരി എടുക്കാൻ പോകണം. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. അല്ലാതെ ചോറ് വിട്ട് കിട്ടുന്നുണ്ട. ഇതുപോലെ ഒട്ടിപ്പിടിക്കാതെ കിട്ടും. ഇങ്ങനെ എണ്ണയും നാരങ്ങ നീരും ഉപ്പൊക്കെ ചേർത്തുകൊണ്ട് ഇത്രയും വെന്താൽ മതി. ഈ പരുവമാകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. ഇനി ചോറൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്.
അതിനകത്തേക്ക് 2 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. വളരെ കുറച്ച് നെയ്യേ ഞാൻ ചേർക്കുന്നുള്ളൂ. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഏലക്ക, 4 ഏലക്ക ഉണ്ടായിരുന്നു, 4 ഗ്രാമ്പു, പട്ട. ഇനി ഇതിലേക്ക് ഒരു 3-4 അണ്ടിപ്പരിപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം മുന്തിരിയും കൂടെ. ഇതിലേക്ക് ചോറിട്ട് കൊടുക്കാം. ഇലയിലും മല്ലിയിലൊക്കെ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ചോറിന് കറക്റ്റായിട്ട് ഉപ്പുണ്ടാകാൻ നോക്കണം. പോരാങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ചോറ് റെഡി, മുട്ട മസാലയും റെഡി. ഇനി രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ഇതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ചോറും മുട്ടയും കൂടെ മിക്സ് ചെയ്യാൻ പോകണം. ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് ഞാൻ അതിൻ്റെ പുറത്ത് ഇത് മിക്സ് ചെയ്യാനുള്ള പാത്രം വെച്ചിട്ടുണ്ട്. ഞാൻ മുട്ട തയ്യാറാക്കിയ പാത്രമാണ് എടുത്തിരിക്കുന്നത്. അത് കഴുകിയിട്ടൊന്നുമില്ല. അതിനകത്തേക്ക് ഞാൻ ആദ്യത്തെ ലെയർ ചോറിട്ട് കൊടുക്കാൻ പോകണം. അപ്പം പുതിനയിലയും മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഉള്ളി ഫ്രൈ ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ പുറത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ട മസാല വയ്ക്കാം. വീണ്ടും അതിൻ്റെ പുറത്ത് ചോറ് നിരത്താം. ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ചാൽ മതി. ഇതെല്ലാം നന്നായിട്ട് വെന്തതൊക്കെയാണ്. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വേണം ഇനി ഇത് ചൂടാക്കേണ്ടത്. ഇനി നമ്മളുടെ ഫ്രൈഡ് ഓണിയൻ വയ്ക്കുക. ഉണക്ക മുന്തിരി, അണ്ടിപ്പരിപ്പ്, മല്ലിയില, പുതിനയില. ഇനി ഇതൊന്ന് 5 മിനിറ്റ് നേരം അടച്ചു വെച്ചാൽ മതി. കൂടുതൽ സമയം വെക്കണ്ട. ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ. ബിരിയാണി റെഡിയായോ എന്ന് നോക്കാം. ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന മുട്ട ബിരിയാണി ഇവിടെ റെഡി. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കണം. അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു പുതിയ റെസിപ്പിയുമായി വരുന്നത് വരെ താങ്ക് യു.